നമ്മളെ വേണ്ടാത്ത സ്ഥലത്തേക്ക് നമ്മൾ ഒരിക്കലും ചെല്ലരുത്. അതുപോലെ തന്നെ നമ്മൾ വേണ്ടാത്ത ആൾക്കാരുടെ ഇടയിലേക്കും നമ്മൾ റിലേഷൻഷിപ്പുമായിട്ട് ചെല്ലാതിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അത് പറയാൻ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ആവശ്യമുള്ള എത്രയോ ആൾക്കാർ നമ്മുടെ ചുറ്റിലും കാണും. അവരുടെ അടുക്കിലേക്ക് ചെല്ലുക. അതായിരിക്കും നമുക്ക് കംഫോർട്ട്, നമുക്ക് സ്ട്രെസ് ഫ്രീ. അതല്ലേ ഏറ്റവും നല്ലത്. അതുപോലെ തന്നെ നമ്മൾ കേട്ടിരിക്കുന്ന 2 ചൊല്ലുകളാണ് ഓൾഡ് ഈസ് ഗോൾഡ്, പഴകും തോറും വീഞ്ഞിൻ്റെ വീര്യം കൂടും എന്നൊക്കെ നമ്മൾ കേട്ടിരിക്കുന്ന കാര്യങ്ങളല്ലേ. അത് സത്യമാണ്. അത് സുഹൃത്ത് ബന്ധത്തിൻ്റെ കാര്യത്തിൽ അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ അത് 2 സത്യമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പഴയ ഒരു സുഹൃത്ത് നമ്മളെ വിളിക്കുമ്പോൾ നമുക്കുണ്ടാകുന്നൊരു സന്തോഷം. എനിക്ക് എൻ്റെ സ്കൂളിലെ എൻ്റെ ഫ്രണ്ടാണ് ബിനി. അവൾ മാസത്തിൽ 2 പ്രാവശ്യമെങ്കിലും അവൾ എന്നെ വിളിക്കും. നമ്മൾ 2 മണിക്കൂറെങ്കിലും നമ്മൾ അറ്റ്ലീസ്റ്റ് നമ്മളോട് സംസാരിക്കും. എനിക്ക് അവളുടെ അടുക്കൽ ഒരു ബൗണ്ടറീസും ഇല്ല. എനിക്ക് എന്ത് കാര്യങ്ങളും വേണമെങ്കിലും പറയാം. എൻ്റെ പേഴ്സണൽ കാര്യമാണെങ്കിലും എൻ്റെ ഫാമിലി കാര്യമാണെങ്കിലും എന്തും എനിക്ക് അവളെ വിശ്വസിച്ച് പറയാൻ പറ്റും. അത് കേൾക്കാൻ അവൾക്കും ഇഷ്ടമാണ്. അതുപോലെ തന്നെ അവിടെ കാര്യങ്ങൾ കേൾക്കാൻ എനിക്കും ഇഷ്ടമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് കാര്യങ്ങളും പറയാനുള്ളൊരു സ്വാതന്ത്ര്യം ഉണ്ട് അല്ലേ. അതൊരു ഹെൽത്തി റിലേഷൻഷിപ്പാണ്. എൻ്റെ അഭിപ്രായത്തിൽ നമ്മൾ ഒരു റിലേഷൻഷിപ്പിൽ ഒരു ബൗണ്ടറീസ് നമ്മൾ ഒരിക്കലും കീപ്പ് ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഒരു ബൗണ്ടറീസ് നമ്മൾ കീപ്പ് ചെയ്യുകയാണെങ്കിൽ തന്നെ എനിക്ക് അല്ലെങ്കിൽ അപ്പുറേ സൈഡിൽ നിൽക്കുന്ന ആൾക്ക് ആ ഒരു ബൗണ്ടറീസ് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റണം. അല്ലെങ്കിൽ അത് ഹെൽത്തി റിലേഷൻഷിപ്പ് അല്ലായിരിക്കും. റീസെൻ്റ്ലി എൻ്റെ കൂടെ കോളേജ് ഓഫ് നഴ്സിംഗിൽ എൻ്റെ കൂടെ പഠിച്ച എൻ്റെ 2 ഫ്രണ്ട് മരിയ, ബിൻസി, അവർ വിളിക്കുകയുണ്ടായി. അപ്പം എനിക്കുണ്ടായൊരു സന്തോഷം. ബിൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഒത്തിരി കൂട്ടായിരുന്നു. അപ്പം അവൾ വിളിക്കുമ്പോഴത്തേക്കിന് ആ ഒരു മനസ്സിലുണ്ടാകുന്ന ഒരു റിലാക്സേഷൻ നമുക്ക് എന്ത് കാര്യങ്ങളും അവരോട് തുറന്നു പറയാൻ പറ്റുന്നുണ്ട്. അപ്പം നമ്മൾ പഴയ നല്ല ഫ്രണ്ട്ഷിപ്പ് അല്ലെ പഴയ നല്ല റിലേഷൻഷിപ്പ് നമുക്കുണ്ടെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നതായിരിക്കും നമുക്ക് ഏറ്റവും നല്ലത്. എന്നും പറഞ്ഞ് പുതിയ ഒരു റിലേഷൻഷിപ്പോ പുതിയ ഫ്രണ്ട്ഷിപ്പോ വേണ്ടാന്നല്ല ഞാൻ പറയുന്നത്. പുതിയ ഫ്രണ്ട്ഷിപ്പ് നമുക്ക് കിട്ടുമ്പോൾ തന്നെ ആ പഴയ ഒരു ഫ്രണ്ടിനെ കൂടി നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് പോകുമ്പം അതായിരിക്കും നമുക്ക് നല്ലതെന്നുള്ള കാര്യമാണ് ഞാൻ ഓർക്കുന്നത്. നമ്മളൊരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഒരു ഫ്രണ്ട്ഷിപ്പ് നമ്മൾ ഇടപഴകുമ്പോൾ എന്നെക്കൊണ്ട് അവർക്ക് എന്ത് നേട്ടമുണ്ടാകും എന്നാണ് ഞാൻ ചിന്തിക്കേണ്ടത്. അല്ലാതെ അവരെക്കൊണ്ട് എനിക്കെന്ത് മേന്മയുണ്ടാകും, അവരെക്കൊണ്ട് എന്ത് ബെനിഫിറ്റ്സ് ഉണ്ടാകും എന്ന് നമ്മൾ ഒരിക്കലും ചിന്തിക്കരുത്. അങ്ങനെ ചിന്തിക്കാതെ എനിക്ക് എന്ത് ചെയ്തു കൊടുക്കാൻ പറ്റും അവർക്ക് വേണ്ടിയിട്ട് എന്ന് നമ്മൾ ചിന്തിക്കുക. പിന്നെ ഏതൊരു റിലേഷൻഷിപ്പിലും ഏതൊരു സുഹൃത്ത് ബന്ധത്തിലും നമുക്ക് എന്തെങ്കിലുമൊക്കെ പഠിക്കാൻ കാണും. അറ്റ്ലീസ്റ്റ് നമ്മൾ ഇത്രയെങ്കിലും ചിന്തിക്കുമായിരിക്കും അല്ലെ, അവരെ പോലെ ആകരുത് എന്നെങ്കിലുമൊക്കെ നമുക്ക് ചിന്തിക്കാൻ പറ്റുമായിരിക്കും അല്ലേ. അതുകൊണ്ട് ഹെൽത്തി റിലേഷൻഷിപ്പ് എല്ലാവരുടെയും ജീവിതത്തിൽ, പ്രത്യേകിച്ച് ഈ ഒരു മോഡേണായിട്ടുള്ള ഒരു സമയത്ത് നമുക്ക് നമ്മുടെ കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ പറ്റിയ ഒരു നല്ല ഒരു സുഹൃത്ത് ഉണ്ടായിരിക്കുക എന്ന് പറയുന്നത് ഏറ്റവും നല്ലൊരു കാര്യമാണ്. അതുപോലെ തന്നെ ഞാൻ എവിടെയോ കേട്ട ഒരു കാര്യം ഞാൻ പെട്ടെന്ന് ഓർക്കുവാണ്. എൻ്റെ ശത്രു എന്ന് പറയുന്നത് എൻ്റെ സുഹൃത്തിൻ്റെ ശത്രുവായിരിക്കും. എൻ്റെ സുഹൃത്ത് എന്ന് പറയുന്നത് എൻ്റെ ശത്രുവിൻ്റെ ശത്രുവായിരിക്കും. അതായത് ആ ഒരു ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നതിന് അത് അത്രയും അത് നമുക്ക് ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നല്ല ഒരു ഫ്രണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പിന്നെ നമ്മൾ ചങ്ങാതി നന്നായ കണ്ണാടി വേണ്ട എന്ന് പറഞ്ഞ് കേട്ടിട്ടില്ലേ. അതാണ് ഇതൊക്കെ നമ്മൾ ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കേണ്ടത് അല്ലേ. അപ്പം നമുക്ക് ഉണ്ടാകുന്ന ഇനിയിപ്പം നമ്മൾ ഇപ്പം ഒരാളുമായിട്ട് നമ്മൾ ഒത്തിരി റിലേഷൻഷിപ്പ് ഉണ്ട്, അവർ നമ്മളെ വിളിക്കുന്നില്ല അല്ലെങ്കിൽ നമ്മൾ അവരെ വിളിക്കുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ജീവിതമോ അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിന് ഒരു ഫുൾ സ്റ്റോപ്പ് ഉണ്ടാകുന്നില്ല. അതിങ്ങനെ കടന്നു പോവുകയാണല്ലേ. അവർക്കും ഒരു നമ്മൾ വിളിക്കുന്നില്ല എന്നും പറഞ്ഞാൽ അവരെ ആഹാരം കഴിക്കാതിരിക്കുവോ അല്ലെങ്കിൽ അവരെ സങ്കടപ്പെട്ടു ഇരിക്കുവോ ഒന്നും അല്ലായിരിക്കും. അപ്പം നമ്മളും അതുപോലെ തന്നെ ആയിരിക്കും. നമ്മുടെ ജീവിതം ഇങ്ങനെ ഒഴുകി പൊയ്ക്കൊണ്ടിരിക്കും. എങ്കിലും നമുക്ക് ഒരു നല്ല ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നതെന്ന് വെച്ചാൽ നമുക്ക് എപ്പോഴും ഒരു നേട്ടമായിരിക്കും. അപ്പം എല്ലാവരും അവരവരുടെ റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് പോവുക. നല്ല സുഹൃത്ത് ബന്ധങ്ങൾ എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഓക്കെ ദെൻ ബൈ.